നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇരുവരും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും. കന്യാസ്ത്രീകൾ നടത്തിയത് മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ അല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. UDFന്റെ ഏറ്റവും വലിയ കരുത്ത് ടീം UDF എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് പോകാൻ വിട്ടുകൊടുക്കില്ലെന്ന് ലീഗ്. ഇരട്ടി ആത്മവിശ്വാസമെന്നും നേതാക്കൾ. ലോക്സഭയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരരെ വധിച്ചെന്നും ആഭ്യന്തരമന്ത്രി. പഹൽഗാമിലെ വീഴ്ച എങ്ങനെയെന്നതിൽ സർക്കാർ മൗനം പാലിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി MP. വിഭജികയുടെ മരണം കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. തീരുമാനം കേസിൽ രാജ്യാന്തര അന്വേഷണം ആവശ്യമാണെന്ന കണ്ടെത്തലിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇവർ ഇനി ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിക്കും. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചായിരുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. സിസ്റ്റർ പ്രീതിയെ 1-ാം പ്രതിയാക്കിയും വന്ദനയെ 2-ാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചായിരുന്നു കണ്ണൂർ, തലശ്ശേരി, ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ അറസ്റ്റ് ചെയ്തത്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണിവർ. നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള 3 പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത്. 19 മുതൽ 22 വയസ്സ് വരെയുള്ളവരായിരുന്നു ഇവർ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു. തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയും ചെയ്തു. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു. മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കി. തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജ്രംഗ് ദളോ പോലീസോ തയ്യാറായില്ലെന്നാണ് ആരോപണം. ന്യൂസ് ഡെസ്ക് MY ന്യൂസ്. മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ നീതിപൂർവമായി ഇടപെടുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനൂപ് ആന്റണി പ്രതികരിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതീക്ഷ കൂടിയെന്നും ജാമ്യാപേക്ഷ നൽകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷാ നിർഭരമായ നടപടി ഉണ്ടാകുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പ്രതികരണമെന്ന് റായ്പൂരിലെത്തിയ അനൂപ് ആന്റണി പ്രതികരിച്ചിരുന്നു. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബജ്രംഗ് ദൾ വാദം പൊളിയുകയാണ്. മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം എത്തിയതെന്ന് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞു. പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ വിടണമെന്ന് മാതാപിതാക്കളാണ് തന്നോട് പറഞ്ഞതെന്ന് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് സുഖമാൻ മണ്ഡലും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് MY ന്യൂസ്. കന്യാസ്ത്രീകൾ നടത്തിയത് മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ അല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയുമായി 3 തവണ സംസാരിച്ചു. കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാകുന്നതുവരെ ഒപ്പമുണ്ടാകും. നീതിക്കെതിരായ ഏത് ആക്രമണത്തെയും അപലപിക്കുന്നു. കോൺഗ്രസ് മുതലെടുപ്പ് നടത്തുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കന്യാസ്ത്രീകൾക്ക് നേരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്നും തെറ്റിദ്ധാരണയാണെന്ന് P. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നിയമമുണ്ട്. ആ നിയമം പാസാക്കിയത് കോൺഗ്രസ് ആണെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ വിഡ്ഢികളാക്കി വിഷയം നിറച്ച് പീഡിപ്പിക്കാനും ഭീഷണിപ്പെടുത്തുകയുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സർക്കാർ നീതിപൂർവമായി ഇടപെടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനൂപ് ആന്റണി പ്രതികരിച്ചു. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തന്നെ മതപരിവർത്തന നിരോധന നിയമമുള്ള നാടാണ്. പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അനൂപ് ആന്റണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് MY ന്യൂസ്. UDFനെ തിളക്കമാർന്ന വിജയത്തിൽ അധികാരത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിലാണ് താൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞതെന്ന് വിശദീകരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. അത് മുന്നണിയുടെ ശക്തിയാണ്. ഏത് തരത്തിലുള്ള വർഗീയ പ്രചാരണത്തെയും UDF ശക്തമായി എതിർക്കും. ഇതിന് പിന്നിൽ CPM ആണ്. ലീഗിനെതിരെ നിന്ന എല്ലാ വർഗീയ ശക്തികളെയും ഒപ്പം ചേർത്തവരാണ് CPM എന്നും VD സതീശൻ പറഞ്ഞു. പാണക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തിൽ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ്.
അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ്. ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. അത് UDF മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. നിങ്ങൾ നിലമ്പൂരിൽ കണ്ടതല്ലേ, ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഒറ്റ പാർട്ടിയായിട്ടല്ലേ പ്രവർത്തിച്ചത്, ഒറ്റ പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക്, കോയലിഷന്, മുന്നണിക്ക് മാതൃകയാണ് കേരളത്തിലെ UDF. ഇന്ത്യ മുന്നണിയും അതുപോലെ ആയി വരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദേശീയതലത്തിൽ. UDFിന്റെ ഏറ്റവും വലിയ കരുത്ത് ടീം UDF ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2026 ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള കരുത്തും ഊർജവും ടീം UDF ആണ്. അതാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലും തെളിയിച്ചത്. നേതാക്കൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഐക്യമാണ് UDFിൽ ഉള്ളതെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് UDFിന്റെ അടിത്തറ വിപുലമാകും. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്ന ടീം UDF ആണ്. 2026 ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസവും ടീം UDF ആണ്. അതാണ് നിലമ്പൂരിൽ ഞങ്ങൾ തെളിയിച്ചത്. ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കിയ ഐക്യമാണ് UDFിലുള്ളത്. അപ്പം ഞങ്ങൾ പീരിയോഡിക്കലായി കൃത്യസമയങ്ങളിൽ കൂടിയാലോചനകൾ നടത്തി പരസ്പരം ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത് അത് നടപ്പാക്കുന്ന ഒരു രീതിയാണ്. UDF തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായി UDFിനെ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അത് വിജയം കാണും. പ്രതിപക്ഷ നേതാവിനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസമാണ് ലീഗിനുള്ളത്. രാജ്യത്തെ മതസ്വാതന്ത്ര്യം ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത്. കന്യാസ്ത്രീകൾ അടക്കമുള്ള മിഷണറി പ്രവർത്തകർ ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ നടത്തിയ പ്രവർത്തനം മറക്കാനാകില്ലെന്നും മതത്തിന്റെ പേരിൽ അവരെ ക്രൂശിക്കുന്ന നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പാണക്കാട് വെച്ച് പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് പോകാൻ അനുവദിക്കില്ലെന്ന് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് UDFിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത്. കോൺഗ്രസും SNDയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് UDFിനെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരുക്കത്തിനും അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലുമാണ്. തീർച്ചയായിട്ടും അതൊക്കെ വിജയം കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വലിയ കോൺഫിഡൻസിലാണ്. മുസ്ലിം ലീഗിനും തങ്ങൾക്കൊക്കെ ആ കോൺഫിഡൻസ് ഉണ്ടോ? അദ്ദേഹത്തെക്കാളും ഇരട്ടി കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആ പേടി പേടിക്കണ്ട. ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെ വധിച്ചെന്ന് ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരരെയാണ് വധിച്ചതെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു അമിത്ഷാ. പഹൽഗാമിൽ നിരപരാധികളെ വധിച്ച 3 ഭീകരരെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം കൊല്ലപ്പെടുത്തിയത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യ തകർത്തുവെന്നും അമിത്ഷാ പറഞ്ഞു. ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ വധിച്ച നടപടിയിൽ സുരക്ഷാ സേനകളുടെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അമിത്ഷാ അഭിനന്ദിച്ചു. ലോക്സഭയിലെ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യൻ സൈന്യം ഇന്നലെ നടത്തിയ ഓപ്പറേഷൻ മഹാദേവ് വിവരം സഭയിൽ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് അമിത്ഷാ പ്രതിപക്ഷത്തിനെതിരെ തിരിഞ്ഞത്. പാക് അധിനിവേശ കശ്മീർ നിലനിൽക്കാൻ കാരണം ജവഹർലാൽ നെഹ്റുവാണെന്നും P ചിദംബരം പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് കൊടുത്തയാളാണെന്നും അമിത്ഷാ വിമർശിച്ചു. പഹൽഗാമിലെ വീഴ്ച എങ്ങനെയെന്നതിൽ സർക്കാർ മൗനം പാലിക്കുന്നുവെന്ന് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി MP. കശ്മീരിൽ സമാധാന അന്തരീക്ഷമാണെന്ന പ്രചാരണം നടത്തിയത് സർക്കാരാണ്. 1500-ലധികം ടൂറിസ്റ്റുകൾ ബൈസരൺ വാലിയിൽ എത്തിയിരുന്നു. 26 പേരെ കൊലപ്പെടുത്തി ഭീകരർ രക്ഷപ്പെട്ടുവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. 1 മണിക്കൂറോളം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും ഇല്ലായിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അമിത്ഷാ ലോക്സഭയിൽ സംസാരിച്ചിരുന്നു. ഇതിനു പിറകെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം. വിനോദസഞ്ചാരികളെ ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുത്തു. ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇല്ലയെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. TRF 25 ആക്രമണം കശ്മീരിൽ നടത്തി. എന്തുകൊണ്ട് ഈ സംഘടനയെ 2023 മാത്രം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു? പഹൽഗാം രഹസ്യാന്വേഷണ ഏജൻസികളുടേത് വൻ വീഴ്ചയാണ്. ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നത് പോട്ടെ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതെങ്കിലും ചെയ്തു. ചരിത്രമല്ല, വർത്തമാനകാലത്തെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത്. ദില്ലി കലാപത്തിനും മണിപ്പൂർ കലാപത്തിനും ശേഷം എങ്ങനെ അമിത്ഷാ ആ സ്ഥാനത്തിരിക്കുന്നു? എല്ലാത്തിനും ക്രെഡിറ്റ് എടുത്താൽ മാത്രം പോരാ, ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, ഡൽഹി.
കൊല്ലം സ്വദേശി വിഭഞ്ജികയുടെ മരണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കേസിൽ രാജ്യാന്തര അന്വേഷണം ആവശ്യമാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തീരുമാനം. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. ആത്മഹത്യയും കൊലപാതകവും നടന്നത് വിദേശത്തായതിനാലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജൂലൈ 8-നാണ് വിഭഞ്ജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയുമാണെന്നും വിഭഞ്ജിക ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട്. വിവാഹത്തിനു മുൻപ് തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. 2022 മുതൽ തന്നെ വിവാഹമോചനത്തിന് ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. വിവാഹ സമയത്ത് വീട്ടുകാർ സ്വർണത്തിനു പുറമെ 2.5 ലക്ഷം രൂപ വിഭഞ്ജികയ്ക്ക് പണമായി നൽകിയിരുന്നു. അതിൽ നിന്നും സ്വന്തം വിദ്യാഭ്യാസ ലോണിന്റെ തുക അടയ്ക്കാൻ പറഞ്ഞത് തർക്കത്തിലേക്ക് നയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന നിലപാടിൽ ഉറച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വധശിക്ഷ റദ്ദാക്കിയില്ലെന്ന പ്രചാരണം തെറ്റാണെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് പറഞ്ഞു. ഇപ്പോൾ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വാർത്താ ഏജൻസിയായ ANI അടക്കം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പോസ്റ്റ് കാന്തപുരം എക്സിൽ റീപോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ കേസിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ കേന്ദ്രം തള്ളിയതോടെ ANI വാർത്ത പിൻവലിച്ചു. ഇതാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ ഉടൻ ജയിൽ മോചനാകില്ല. ശിക്ഷ ഇളവിന്റെ കാര്യത്തിൽ ചർച്ച തുടരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ദിയാധനം സ്വീകരിച്ച വധശിക്ഷ ഒഴിവാക്കുന്ന കാര്യത്തിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലും ഭിന്നാഭിപ്രായങ്ങളുണ്ടായിരുന്നു. നയതന്ത്ര ഇടപെടലുകൾ അത്രയൊന്നും സാധ്യമല്ലാത്ത ഒരു രാജ്യത്ത് ഫലപ്രദമായി ഒരു ചർച്ച നടക്കുകയും അതിന് ഫലം കാണുകയും ചെയ്തെന്ന കാര്യം ഏറെ ആശ്വാസകരമാണെന്നാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. KSRTCക്ക് പെൻഷൻ വിതരണത്തിന് 71.21 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഈ മാസത്തെ സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഗഡു 20 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ഈ സർക്കാരിന്റെ കാലത്ത് 6,614.21 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ലഭിച്ചത്. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 900 കോടി രൂപയാണ് കോർപ്പറേഷനുള്ള വകയിരുത്തൽ. ഇതിൽ 479.21 കോടി രൂപ ഇതിനകം ലഭ്യമാക്കിയതായി ധനകാര്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി രൂപ അധികമായി കോർപ്പറേഷന് സർക്കാർ സഹായമായി ലഭിച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 4,963 കോടി രൂപ സഹായമായി അനുവദിച്ചിരുന്നു. 1-2 പിണറായി സർക്കാരുകൾ ആകെ 11,597.21 കോടി KSRTCക്ക് സഹായമായി നൽകി. M5 ന്യൂസ് തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ ജഗദീഷിന്റെ നിർണായക നീക്കം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ മത്സരത്തിൽ നിന്നും പിന്മാറാമെന്ന് ജഗദീഷ്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും നിലപാട് അറിയിച്ചു. സുരേഷ് ഗോപിയുമായും സംസാരിച്ചു. അമ്മയെ വനിതകൾ നയിക്കട്ടെ എന്നാണ് ജഗദീഷിന്റെ നിലപാട്. മുതിർന്ന താരങ്ങളുടെ അനുമതിയാണ് ഇനി ജഗദീഷിന് വേണ്ടത്. മോഹൻലാലും മമ്മൂട്ടിയും സമ്മതിച്ചാൽ ജഗദീഷ് പത്രിക പിൻവലിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ രവീന്ദ്രനും പിന്മാറി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം മത്സരിക്കുമെന്ന് രവീന്ദ്രൻ വ്യക്തമാക്കി. വനിതാ പ്രസിഡന്റ് എന്ന നിർദ്ദേശം വന്നതോടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോന്റെ സാധ്യതയേറി. താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നടൻ ബാബുരാജ് മത്സരിക്കരുതെന്ന നടി മല്ലിക സുകുമാരൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ആരോപണ വിധേയർ മാറി നിൽക്കുകയാണ് വേണ്ടത്. ബാബുരാജ് മത്സരിച്ചാൽ പല സംശയങ്ങൾക്കും ഇടവരുമെന്നും അവർ തുറന്നുകാട്ടി. മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 മത്സരാർത്ഥികളാണുള്ളത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ദേവൻ എന്നിവരാണ് ആ മത്സരാർത്ഥികൾ. നടൻ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 പേരാണ് മത്സരിക്കുന്നത്. ബാബുരാജ്, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവർ മത്സരിക്കും. ജഗദീഷും രവീന്ദ്രനും പിന്മാറുന്നതോടെ ശ്വേതാ മേനോനുള്ള സാധ്യത ഏറുകയാണ്. M5 ന്യൂസ് കൊച്ചി. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി. ഇടുക്കി പെരുവന്താനം മതമ്പയിലാണ് കാട്ടാന ആക്രമണമുണ്ടായത്. ടാപ്പിംഗ് തൊഴിലാളിയായ തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. അതേസമയം നീലഗിരി ഗൂഡല്ലൂർ പാണ്ടന്തറയിലുണ്ടായ കാട്ടാന ആക്രമണത്തിലും ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക് പറ്റി. ഇന്ന് പുലർച്ചെ 6:30-ഓടെയാണ് ആക്രമണമുണ്ടായത്.
ശ്രീകാര്യം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാത്രി വനിതാ ഹോസ്റ്റലിൽ നിന്നും ലഭിച്ച ഭക്ഷണത്തിൽ പഴുതാരയും കണ്ടെത്തിയിരുന്നു. തീർത്തും വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഹോസ്റ്റൽ മെസ് ഉള്ളത്. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വനിതാ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധിച്ചത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള ദക്ഷിണ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ചു. ഗവർണറെ ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന സ്വീകരിച്ചു. തുടർന്ന് ഗവർണർക്ക് വ്യോമസേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകുകയും ചെയ്തു. കോട്ടയ്ക്കൽ എടരിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുന്ന 2 പേർ അറസ്റ്റിൽ. കോയപ്പ കോലോത്ത് വീട്ടിൽ ഷിഹാബ്, എടരിക്കോട് മമ്മാലിപ്പടി കാലോടി വീട്ടിൽ ഷഹീദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടയ്ക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സൈഫുള്ളയുടെ നേതൃത്വത്തിലുള്ള കോട്ടയ്ക്കൽ പോലീസും മലപ്പുറം ഡാൻസ് ഓഫ് ടീമും ചേർന്ന് ഇന്നലെ അർദ്ധരാത്രി എടരിക്കോട് വലിയ ജുമാ മസ്ജിദിന് സമീപത്ത് വെച്ചാണ് പിടികൂടി അറസ്റ്റ് ചെയ്തത്. കോട്ടയ്ക്കൽ എടരിക്കോൺ ടൗൺ കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുന്ന 2 പേരെയാണ് കോട്ടയ്ക്കൽ പോലീസ് പിടികൂടിയത്. തെന്നല വാളക്കുളം സ്വദേശി ഷിഹാബ്, എടരിക്കോട് മമ്മാലിപ്പടി സ്വദേശി ഷഹീദ് എന്നിവരെയാണ് കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ സൈഫുള്ള PT നേതൃത്വത്തിലുള്ള കോട്ടയ്ക്കൽ പോലീസും മലപ്പുറം ഡാൻസ് ഓഫ് ടീമും ചേർന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി എടരിക്കോട് വലിയ ജുമാ മസ്ജിദിന് സമീപം വെച്ച് പിടികൂടിയത്. ചില്ലറ വിപണിയിൽ 1 ലക്ഷം രൂപ വരെ വില വരുന്ന 12.2 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. പ്രതികൾ MDMA വിൽപ്പന നടത്താൻ ഉപയോഗിക്കുന്ന ആഡംബര കാറും MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസും MDMA വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്യൂമും പോലീസ് കണ്ടെടുത്തു. ഒന്നാം പ്രതി ഷിഹാബ് 2013 കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ 10 ഗ്രാമോളം MDMAയുമായി പിടികൂടിയതും കോട്ടയ്ക്കൽ തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും പിടിക്കപ്പെട്ട് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയാണ് വീണ്ടും ലഹരി വിൽപ്പനയ്ക്കിറങ്ങിയത്. 2ാം പ്രതി ഷഹീദിനെയും മുൻപ് ലഹരി ഉപയോഗത്തിന് പോലീസ് പിടികൂടിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് KM ബിജുവിന്റെ മേൽനോട്ടത്തിൽ കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ, SI സൈഫുള്ള, SI സുരേഷ് കുമാർ, ASI ശൈലേഷ് ജോൺ, പോലീസ് ഉദ്യോഗസ്ഥരായ വിനുകുമാർ, നൌഷാദ്, ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് അംഗങ്ങളായ ദിനേശ് ഇരുപ്പക്കണ്ടൻ, രഞ്ജിത്ത് രാജേന്ദ്രൻ, VP ബിജു, KK ജസീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത്. പരിശോധനകൾ ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി SFI മാർച്ച്. കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുക, സർവകലാശാലകളിൽ സ്ഥിരം VC നിയമനം നടപ്പിലാക്കുക തുടങ്ങിയ 60 ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI മുഖ്യമന്ത്രിക്ക് അവകാശ പത്രിക നൽകിയിരുന്നു. ഇത് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംസ്ഥാന വ്യാപകമായി SFI മാർച്ച് നടത്തിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും മറ്റിടങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് SFI അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിച്ചത്. എല്ലാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് മാർച്ച് ശ്രദ്ധേയമായി. തിരുവനന്തപുരത്ത് SFI സംസ്ഥാന സെക്രട്ടറി സജീവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഗവർണർ അദ്ദേഹം ചാൻസലർ കൂടിയാണ്. ഭരണഘടനാ പ്രകാരമല്ല അദ്ദേഹം ചാൻസലർ ആയിട്ടുള്ളത്. കേരളത്തിന്റെ നിയമസഭയാണ് അദ്ദേഹത്തെ ചാൻസലർ ആക്കിയത്. അതേ നിയമസഭ അദ്ദേഹത്തെ ചാൻസലർഷിപ്പിൽ നിന്ന് മാറ്റണം എന്ന ബില്ല് പാസാക്കിയതാണ്. എന്നാൽ ആ ബില്ലിൽ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അങ്ങോട്ട് അയച്ചും ഇങ്ങോട്ട് വാങ്ങിയും അതിൽ തീരുമാനമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുമാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ RSSന്റെ നയപ്രകാരം കേരളത്തിന്റെ സർവകലാശാലകൾ പ്രവർത്തിക്കണമെന്നുള്ള തിട്ടൂരമിറക്കാൻ കേരളത്തിൽ താൽക്കാലിക സർവകലാശാലകൾ, താൽക്കാലിക VCമാർ, അങ്ങനെ സർവകലാശാലകളെ താൽക്കാലിക കേന്ദ്രങ്ങളാക്കി മാറ്റാനും അതോടുകൂടി വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നയസമീപനങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഇടപെടലാണ് ഇന്ന് ഗവർണർ നടപ്പിലാക്കുന്നത്. വിവിധ ക്യാമ്പസുകളിലും ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ അവകാശ പത്രിക മാർച്ച് നടന്നു. M5 ന്യൂസ്, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇരുവരും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും. കന്യാസ്ത്രീകൾ നടത്തിയത് മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ അല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. UDFന്റെ ഏറ്റവും വലിയ കരുത്ത് ടീം UDF എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് പോകാൻ വിട്ടുകൊടുക്കില്ലെന്ന് ലീഗ്. ഇരട്ടി ആത്മവിശ്വാസമെന്നും നേതാക്കൾ. ലോക്സഭയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരരെ വധിച്ചെന്നും ആഭ്യന്തരമന്ത്രി. പഹൽഗാമിലെ വീഴ്ച എങ്ങനെയെന്നതിൽ സർക്കാർ മൗനം പാലിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി MP.
വിഭഞ്ചികയുടെ മരണം കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. തീരുമാനം കേസിൽ രാജ്യാന്തര അന്വേഷണം ആവശ്യമാണെന്ന കണ്ടെത്തലിനെ തുടർന്ന്. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.